ഈ വീട്ടിൽ കയറാൻ സമയം കിട്ടില്ല, വീട്ടിൽ കയറേണ്ടേ വരില്ല. 1 വർഷത്തേക്കുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ആട്ടുക. അപ്പോൾ അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളത് ഒത്തിരി 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് വന്നതാ. കണ്ടോ കുക്കർ എല്ലായിടത്തും ഇങ്ങനെ കടിച്ചിട്ടിരിക്കാനേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയോട്ടാ. ആ തിക്ക് തിരക്ക് കൂട്ടണ്ടാട്ടാ, ഇപ്പൊ കൊണ്ടുവരാട്ടാ. നിങ്ങൾക്കുള്ള ചീര ഞാൻ ആദ്യം പോണേ. പിന്നെ നമ്മുടെ വേറെ കുറച്ച് പണികളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു വന്നപ്പോൾ അവർക്ക് ചീര അരിഞ്ഞിട്ടോടൊക്കെ എത്തി നേരം വൈകി. അപ്പോൾ അതിൻ്റെ തിരക്കാണ് അവർക്ക് ഇടുന്ന് കാണിക്കണേ. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് ആദ്യം കുറച്ച് ചീര അരിഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ചീരക്കാട് എന്ന് പറയാം. അതേപോലെയാ എന്നും ഇവർക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഓരോ ഭാഗം അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ആ ഭാഗം അത്രയും ഭാഗം വൃത്തിയാക്കി വരും. അങ്ങനെയാണ്. ഇപ്പം ഈ ഒരു ഭാഗത്ത് അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം വേഗം വൃത്തിയാക്കി എടുക്കാമല്ലോ. നമ്മുടെ ഈ ചീരയുടെ ഇടയിൽ മുളച്ച് നിൽക്കണമെന്നുണ്ടെന്നറിയും മുളകും തൈകൾ. തന്നെ മുളയ്ക്കുന്ന തൈകളായിട്ട് ഇത് കണ്ടോ. ഇനിയിപ്പോൾ ഈ ചീരയ്ക്ക് അരിഞ്ഞ് കഴിയുമ്പോൾ ഇവർ നല്ല ഉഷാറായി വന്നോളും. നമ്മൾ ഏതാണിക്കാൻ മോട്ടർ ഇട്ടിട്ടുണ്ട്. ഒന്ന് പൈപ്പ് നീക്കി വെച്ചിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ പോവാം. ഇപ്പം നമ്മളിത് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ടേ ഈ പറമ്പിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുളകൊക്കെ പൊട്ടിക്കാണ്ട്. അത് നമ്മൾ പക്ഷേ ആ പറമ്പിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണുള്ളൂ കേട്ടാ. മോനെ മെസ്സിക്കുട്ടാ, ഓ വായോ നടക്ക്. മെസ്സിക്കുട്ടേ, നമ്മുടെ കോഴിപ്പാപ്പകൾക്ക് ചീര. കല്യാണിക്കുട്ടി അവിടെ നിന്ന് അമ്മതീട്ട് അങ്ങോട്ട് വന്നാലേ എൻ്റെ മക്കളുടെ കാലുമേക്ക് കോഴി കാട്ടാവൂ. തിന്നോട്ടാ. കല്യാണി പോയോ? കല്യാണിയാണ് നിന്നിരുന്നേ. അമ്മയുടെ റൊണാൾഡോ മോനും ബോൾട്ട് മോനാണ് ഇപ്പോൾ നോക്കണേ. അമ്മ അടുത്തേക്ക് വാ, പോവാ വാടാ, വാ വയ്യോ. തൊട്ടാ നല്ല ഇളം വെയിൽ, നല്ല സുഖം വെയിൽ കൊള്ളാനായിട്ട്. കിടന്നോട്ടെ ഇവിടെ. അപ്പം നമ്മളിതാ ഈ പറമ്പിലേക്ക് പോന്നിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ച് കുക്കമ്പറും അതേപോലെ കുറച്ച് വേറെയുള്ള പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ട് കിട്ടാം. അപ്പോൾ നോക്കി നമ്മുടെ ഈ കുക്കമ്പറിൽ നമ്മൾ എന്താ പറയുക, കുക്കമ്പർ പൊട്ടിച്ചേന് കണക്കില്ലേ, നമ്മൾ സ്നേഹിച്ച് കൊല്ലാന്ന് പറയില്ലേ. അതൊക്കെ എനിക്ക് കുക്കമ്പറിനെ കാണുമ്പോൾ ആ കുക്കമ്പർ ചീര അത് മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികളും നമ്മൾ വെച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ കുക്കമ്പർ എന്നും പൊട്ടിക്കണ പോലെയാണ് ഈ കുക്കമ്പർ. ഇപ്പം എത്ര എണ്ണാന്നറിയാതെ. ഇപ്പം ഇതിങ്ങനെ നോക്കിയാലും ഇതിൻ്റെ താഴത്തായാലും ഒക്കെ ഉണ്ട് കേട്ടാ. അവിടേക്കൊക്കെ നീങ്ങ കണ്ടോ. ദേ 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 അതേപോലെ ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. നമ്മുടെ സ്നോ വൈറ്റ് കുക്കമ്പർ.
അപ്പം നോക്കിയേ, കണ്ടോ കുക്കമ്പർ എന്ത് ഭംഗിയാ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 2 പീച്ചിങ് നിൽക്കുന്നുണ്ട്, അതിൽ പൊട്ടിക്കാം. ടൈസും കുട്ടാ, ടൈസും കുട്ടാ, ടൈസ് 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 വിളിക്കുമ്പോൾ ചില സമയത്ത് അവൻ കഴുത്തിലിട്ട് വെട്ടിക്കാറുണ്ട്. ഇന്ന് എന്താണ് അവൻ വെട്ടിക്കണില്ല. അപ്പം ഇതാണ് നമ്മുടെ പീച്ചിങ്ങ. ഇതാ ഈ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരാളും കൂടി പൊട്ടിക്കാം. പിന്നെ ഇത് ചെറുതാ, ഇത് മിക്ക ഉണ്ടാവണുണ്ട് കേട്ടോ. അതേ കണ്ടോ, ചെറുതുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഓരോ തലക്കിലായിട്ട്. ഇനി നമ്മുടെ കയ്പ്പയ്ക്ക് പൊട്ടിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടിയിട്ടാ, നമ്മുടെ ഇവിടെ നമ്മുടെ എന്താ പറയുക സബോളയായിരുന്നു. സബോളയ്ക്ക് അത്യാവശ്യം നന്നായി ഉണ്ടായി കിട്ടി. പക്ഷെ ഞാനത് കാണിക്കാതൊക്കെ പണ്ടിരിക്കുകയായിരുന്നു ഷായിട്ട് അടുത്ത്. അപ്പോൾ ഷായിട്ട് പറമ്പിൽ വന്ന സമയത്ത് ഈ സബോളയിൽ നമ്മുടെ അതായത് പേളിയോ ബാക്കിയുള്ള ആളുകളൊക്കെ എല്ലാവരും കൂടിയിട്ട് എന്തോ ഓടിയിട്ട് ആകെ പറിച്ചിട്ട പോലെ കിടന്നിരുന്നു. അപ്പോൾ ഷായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതാ കൂട്ടൊരു ഭാഗത്തിട്ടു. ഇത് നോക്കിയേ, കൂട്ട് ഭാഗത്തേക്ക് ഇടല് മാത്രമല്ല കേട്ടോ, ഷായിട്ട് ഇതേ വിത്തൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഉണ്ടാവുന്ന ഉറപ്പ് തന്നെയായിരുന്നു കേട്ടാ. ഇതേപോലെ എന്നാ ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടത് എത്രക്കൊക്കെ വലുതായി വലുതായി വരുന്നുണ്ടായിരുന്നു. ഉണ്ടാവും നല്ല ഉറപ്പായിരുന്നു നമുക്ക്. ഇവനൊക്കെ ആൾക്കാർ ആരെങ്കിലൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഓടി കളിച്ചിട്ടുണ്ടാവില്ലേ. എന്തേലും കണ്ടിട്ടുണ്ടാവുന്നേ, വല്ല ജീവികളെ ഉള്ളിലേക്ക് പോണത് അങ്ങനെ എപ്പോഴും അവർ ഓടി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ കാലം കൊലയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഷായിട്ട് അതൊക്കെ എടുത്ത് വാരി കൂട്ടിക്കിട്ട് ഇട്ടു. അപ്പം അന്ന് സംഭവിച്ചാൽ അന്ന് നമുക്ക് ഞാൻ വീഡിയോ പിടിക്കുന്ന ദിവസമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം നമ്മൾ ഇന്ന് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വാടിയതായിരുന്നത്. അന്ന് തന്നെയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നല്ല പച്ചപ്പിലൊക്കെ ഇരുന്നിരുന്നത്. അപ്പം അങ്ങനെയെന്ന് പറയാം, സവാള ഉണ്ടാവും നല്ല ഉറപ്പായിരുന്നു. കണ്ടോ, എണ്ണക്കും കൂടുതൽ നോക്കി നമ്മുടെ ഉള്ളിലെ പോലേക്ക് എന്താ എത്ര എണ്ണ ഇത്രയും വലുതായി വന്നു. കണ്ടാവും വന്ന് കിടക്കണം നോക്കിയേ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ സവാള ഉണ്ടാവും നല്ല ഉറപ്പാണ്. നമ്മൾ പുതിയ സവാള ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെ പല ജീവികളുണ്ടല്ലോ, പാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഴജന്തുക്കളോ തവള എന്തെങ്കിലും ഓടി കണ്ടിട്ടുണ്ടോ അവർ. അതിങ്ങനെ നിൽക്കല്ലേ, നല്ല ഭംഗിയിൽ നിൽക്കണതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഇനി നമ്മുടെ കയ്പയ്ക്ക പൊട്ടിക്കാം. അപ്പം നമ്മുടെ ഈ കയ്പയ്ക്കും നമുക്കറിയാം ഇഷ്ടം പോലെ നമുക്ക് ഈ കയ്പയ്ക്ക കായ തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ചെടിയൊക്കെ ഏതാണ്ട് നാശമായി തുടങ്ങി കളയാറായിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യമൊക്കെ ഒന്ന് നിൽക്കണം. കാരണം നമ്മളിങ്ങനെ നിർത്തിരിക്കട്ടെ. കണ്ട അതിലേക്ക് നല്ല മഞ്ഞ കളർ വന്നിരിക്കുന്നു. പക്ഷെ കയ്പയ്ക്കുണ്ട്. ഇപ്പം നോക്കിയൊരു കയ്പയ്ക്ക നോക്കി മുകളിലാണ് കണ്ടോ, അടിയിലേക്ക് വരാൻ പറ്റാണ്ട് നല്ല കയ്പയ്ക്ക തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവണത്. അതേപോലെ തന്നെ ഇതവിടെ കവറിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചെടുക്കട്ടെ. ഒരു 3-4 കയ്പയ്ക്കുണ്ട്, പൊട്ടിച്ചെടുക്കാം നമുക്ക്. കവർ ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നത് അതെല്ലാം കൊണ്ട് കഴിഞ്ഞ് കഴുകി എടുക്കണം. എന്താ പറയുക, ഇവിടെ നിന്ന് നമ്മൾ കയ്പയ്ക്കുന്ന കവറുകൾ ശരിക്കും പറഞ്ഞാൽ കയ്പക്കായുടെ എണ്ണം നോക്കണമെങ്കിൽ ഇതുമിക്ക് നോക്കിയാൽ മതി. ഇത്ര അധികം കയ്പക്കായ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടൊക്കെ കഴുകിയെടുത്ത് ഉണക്കി വയ്ക്കും വേണം. നല്ല ഭംഗിയുള്ള കയ്പയ്ക്കായിരുന്നു. ഇതിനും ഭംഗിയായിരുന്നു. ഇതിപ്പോൾ കാലാവധി കഴിഞ്ഞാൽ കാരണം ഇത്രയും ഭംഗി കുറവ്, അല്ലെങ്കിൽ എന്ത് ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ നോക്കിയേ, എത്രയും കയ്പക്കായ പൊട്ടിച്ചു നമ്മൾ. എനിക്ക് ഈ കയ്പക്കായ ഭയങ്കര രസമുള്ള ഒരു കയ്പക്കായ കേട്ടോ. ഞാൻ എപ്പോൾ പൊട്ടിക്കണം പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. എന്ത് രസമുള്ള കയ്പക്കായ അത്. ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക് പൊട്ടിക്കാനുണ്ട്. മുറം പോരാ കൊണന്നത്. അതുപോലെ ഇത്തിരി മുളകും പൊട്ടിക്കാനുണ്ട്. ഇനി അത് പൊട്ടിക്കാം നമുക്ക് പോയിട്ട്.
അപ്പം നോക്കി നമ്മുടെ കോവയ്ക്ക, ചെറിയ കോവയ്ക്കാണെങ്കിൽ ആളുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടാ. നമ്മളിതിൻ്റെ പച്ചക്ക് പൊട്ടിച്ച് തിന്നൂട്ടാ. അധികം മൂക്കാത്തതാണ് പൊട്ടിച്ചതിന് രസം. അപ്പോൾ ഇതാ എത്ര കോവയ്ക്ക് പൊട്ടിച്ചു. ഇനി നമുക്ക് വേഗം നമ്മുടെ മുളക് പൊട്ടിച്ചെടുക്കാം. മുളക് പൊട്ടിക്കാൻ ഇത്തിരി സമയം വരിക. അപ്പോൾ നോക്കിയാൽ നമ്മുടെ മുളക് കിട്ടാം. അപ്പം നമ്മൾ പഴുത്ത മുളക് മാത്രമാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുന്നത്. ഇവിടെ കുറവാണ് നമുക്ക് പഴുത്തത് പൊട്ടിക്കാം. വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അവിടുത്തെ പൊട്ടിക്കണം. അവിടെയാണ് കൂടുതൽ മുളക് നിൽക്കണേ. ഇനിയിപ്പോൾ അവിടെയുണ്ട്. എല്ലാതുമേ ആയിട്ടില്ല. ആദ്യം ഉണ്ടായവർ മാത്രമാണ് പഴുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമേ പൊട്ടിക്കാണ്ടാവുള്ളൂ. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിന്ന് പൊട്ടിക്കാണ്ടാവും. നമ്മുടെ ഭാസ്കര മുളകും. ഇത് നമ്മുടെ സിറാട്ടാ ഈ മുളകിൻ്റെ പേര്. നിൽക്കുമ്പോൾ നമുക്കൊന്നുമില്ലാന്ന് തോന്നും. പക്ഷേ കൊമ്പിന് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന മുളകുകൾ നമ്മൾ കാണുക. ഇത് ഉണക്കി പൊടിപ്പിക്കേണ്ട മുളകാകുമ്പോഴേ നന്നായി പഴുക്കും വേണേ. അപ്പോൾ ഇതാ നോക്കിയേ എത്രയോ മുളക് നമ്മൾ പൊട്ടിച്ചു. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പം നോക്കിയേ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇന്ന് ഷായേട്ടനും കൂടെ എൻ്റെ കൂടിയിട്ട് മുളക് പൊട്ടിക്കാനായിട്ട്. ഇന്നെന്നല്ല കേട്ടോ, പലപ്പോഴും കൂടുതൽ മുളക് പൊട്ടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഷായേട്ടൻ്റെ കൂടെ നിൽക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കണ്ടപ്പെടുന്ന അങ്ങനെ അറ്റം വരെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുളകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കയറാൻ സമയം കിട്ടില്ല. വീട്ടിൽ കയറേണ്ടേ വരില്ല. അത് ഷായേട്ടനറിയാം. അപ്പോൾ മുളക് പൊട്ടിക്കാൻ വരുമ്പോൾ 1 മണിക്കൂർ പോരാ. ആ അതന്നെ, 2 പേരും കൂടി 1 മണിക്കൂർ കൊണ്ട് കഴിയുക. അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ അത്രയും സമയം പിടിക്കേ. പിന്നെ ഞാൻ തന്നെ പറയും ഷായേട്ടനോട് മുളക് പൊട്ടിക്കുന്നത് കാണിക്കണ, കാരണം എന്നും നമ്മുടെ വീട്ടിൽ മുളക് പൊട്ടിക്കല്ലേന്ന്. പിന്നെ ഞാൻ തന്നെ വീണ്ടും പറഞ്ഞു കാണിക്കാല്ലേ ഷായിട്ടാന്ന്. കാരണം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ പൊട്ടിക്കൽ നല്ലത് മാത്രം. എത്ര മാസങ്ങളായി ഭാസ്കര മുളക് ഇട്ട. ഞാൻ എല്ലാ വട്ടം പറയുന്നുണ്ട്, നഴ്സറിയിലേക്കൊക്കെ പോകുമ്പോൾ ചോദിച്ച് നോക്കിയോളോ ഭാസ്കര മുളകെന്ന്. പ്രത്യേകം ചോദിച്ച് മേടിച്ചോളോ. കാരണം സാധാരണ മുളകിനേക്കാളും വിട്ട് കേടാ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നട്ട് ആവശ്യത്തിന് നനി അടിയിലേക്ക് ഞാൻ പറയണ പോലെ ആ ചവറും കുറച്ച് എന്താ പറയുക കോഴിക്കാട്ട ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതും ഇല്ലെങ്കിൽ മെയിനായിട്ട് ചവറ് തന്നെ മതി. ലക്ഷമായിട്ട് ചാണപ്പൊടിക്ക് ചാണപ്പൊടിയൊക്കെ ഏറ്റവും നല്ലത് കോഴിക്കാട്ട തന്നെ. കിട്ടണില്ലെങ്കിൽ ചാണപ്പൊടി കയ്യിൽ ഇട്ട് കൊടുത്തു കേട്ടാ, നന്നായിട്ടുണ്ടാവും. ചേട്ടാ കൊട്ട ഞാൻ 2 കൊട്ട എടുക്കണ അടിപൊളിയായിട്ടല്ലേ.
ഒരു കടയം നോക്കിയേ. എന്ത് ഭംഗിയാന്നറിയോ കളറല്ലേ. ഇങ്ങനെ അറ്റം വരെ നമുക്ക് മുളക് പൊട്ടിക്കാണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടറ്റത്തു നിന്ന് തുടങ്ങിയത്. പക്ഷേ ആ അറ്റത്തു നിന്ന് ഞാൻ ഈ അറ്റത്തു നിന്ന് ശരിക്കും വന്ന് കൂട്ടിമുട്ടി. ലാസ്റ്റ് ഒരു കടയും കൂടി ഉള്ളു, 2 കട. ഞങ്ങളെ 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇപ്പൊ 1.5 മണിക്കൂറും കഴിഞ്ഞ് 2 മണിക്കൂർ ആറായി. ചെറിയ മുളകല്ലേ, വിചാരിച്ച പോലെയല്ല. പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ട് മുളക് പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ. ഒന്നാമത് നമുക്ക് വളം ചെന്നിട്ട് പൊട്ടിക്കുക. അപ്പോൾ തണ്ടൽ കൈയാലും നമുക്കൊരു കഴുപ്പ് പോലെ തോന്നാം, കൈക്കും തോന്നാം കേട്ടാ. ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ ഈ ഒരു കൊട്ട നിറച്ചത് കിട്ടി കഴിയുമ്പോഴില്ലേ വേദന തോന്നിയില്ല. അത് വേറെ വഴിക്ക് പോയി. അത് ആ പൊട്ടിക്കുന്ന സമയത്തുള്ള അയ്യോ നമ്മൾ എന്ത് പണി കയ്യിൽ എടുക്കുമ്പോൾ കുറേ നേരം നിൽക്കുമ്പോൾ നമ്മൾ അയ്യോ കൈ കഴിച്ചു ആ ഒരു ഇതുള്ളൂ. അത് കഴിഞ്ഞില്ല കേട്ടാ. അതന്നെ. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിലേ ഈ മുളക് നമ്മൾ ഞാനാദ്യം നേരിട്ടിടാറൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞ് ഇപ്പം ഞാൻ എങ്ങനെയാണെങ്കിൽ കൈ തൊട്ട വെള്ളം നമ്മുടെ കൈ വിരലിൽ പൊള്ളില്ല, ആ രീതിയിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് അപ്പം തന്നെ എടുത്ത് അങ്ങനെയായിട്ട് വെയിലത്തിടുക. ഇനി എന്തിട്ടാണെങ്കിൽ എനിക്ക് ചീര അരിയണ ചേട്ടാ. ആ അപ്പോൾ ഇതാ എത്രയും ചീരയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണത്. ഇവിടെ അടുത്തൊരു വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ചോദിച്ചിട്ട്. അതാണ് വെയിലയിൽ ഞാൻ നോക്കാണ്ടിരുന്നത്. ചേച്ചിക്ക് ഉച്ചയിലേക്ക് കറി വെക്കാൻ കൊടുക്കാനായിട്ടേ. നമ്മൾ പറയാറില്ലേ കണ്ട ഗോമൂത്രം ഇതേപോലെ ആയിരിക്കും. നല്ല ഫ്രഷ് ഗോമൂത്രം, ഒരു തുള്ളി പച്ചവെള്ളം ഉണ്ടാവില്ല. ഇതാ നമ്മൾ മാക്സിമം ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞത്, ഒരു 5 ഇരട്ടി ചിലപ്പോൾ 6 ഇരട്ടി വെള്ളമൊക്കെ ഒഴിക്കുന്നിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലാറ്റിന് പോലെ തുറക്കാൻ കിട്ടുന്നില്ലോടെ ഫ്ലാറ്റിന് വിട്ടാ തുറന്നേ. ഇത് കുട്ടികൾക്ക് പറ്റില്ല, ഇത് അമ്മയുടെ കുട്ടികൾക്ക് പറ്റില്ല. നമുക്കിവിടെ അടിച്ചു വരണ്ടേ നീ. നടക്കണ പൊന്നോ. അമ്മേലെ കടത്തട പൊന്നെ. പറമ്പിലേക്ക് പോട്ടമ്മ. യേശു കുട്ട. ആ ശരി ശരി, അപ്പോൾ പോയിട്ട് വരട്ടെ. ഇനി അമ്മ കുളിച്ചിട്ട് വരാം കേട്ടോ. ഗോമൂത്രം എടുത്തു കഴിഞ്ഞാൽ മേലേക്ക് തെറിച്ചിട്ടുണ്ട്, മണം ഉണ്ടാവും. കുളിച്ചിട്ട് വരാം കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മുട്ടക്കറി.
കൈപ്പക്കായ മെഴുക്ക് പുരട്ടി, പിന്നെ ഞങ്ങളുടെ സൂപ്പർ സാധനം മാങ്ങ അച്ചാർ ഞങ്ങൾ കഴിക്കാം. ഇന്ന് പിന്നെ ഞാൻ കറിന്ന് വെക്കുന്നത് വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. സാധാരണ ഇന്ന് വെക്കാറുള്ള പോലെയുള്ള ആണ് വെച്ചിട്ടുള്ളത്. നമ്മൾ എന്താ പറയുക, വെളിച്ചെണ്ണയ്ക്ക് ആട്ടി കൊടുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 1 വർഷത്തേക്കുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ആട്ടുക. അപ്പോൾ അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ എന്താ പറയുക തെളിഞ്ഞ് വന്നപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ലിറ്റർ എന്താ പറയുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു 25 മണി കുരുമുളക് ചതച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക, അത് നടുമുറിഞ്ഞിട്ടുണ്ടാവണം, അതൊന്ന് എന്താ പറയുക പൊടിയുക. ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലായ കാരണം കണ്ടോ ഇതേപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കൂടുതലുള്ള കാരണം ഞാനിതാ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചതാണ്. അതല്ല 25 മണി വെച്ച് നമുക്ക് വെറുതെ നമ്മുടെ നമുക്കിപ്പോൾ ഉള്ളിലേക്ക് കുത്തുന്ന കുഞ്ഞു കുഞ്ഞു ഉരുളുണ്ടല്ലോ, അതിലൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇതേപോലെ ആക്കി ഇങ്ങനെ വെക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കേടോ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതായത് ഇപ്പോൾ 1 വർഷത്തേക്കുള്ള വെളിച്ചെണ്ണയെന്ന് വിചാരിച്ചിട്ട് ആട്ടിയാലും കൂടി ചിലപ്പോൾ എനിക്ക് 1 വർഷം 1.5 വർഷം വരെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് വെളിച്ചെണ്ണ. അപ്പോഴൊന്നും ഈ കുരുമുളക് ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഒരു കേടും ഒരു കാറിലോ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഈ എന്താ പറയുക ഒരു കൊല്ലത്തിൽ പല പ്രാവശ്യം നാളേരം വെട്ടുക ഉണക്കുക അങ്ങനെയുള്ള ഒരു പണിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതെനിക്ക് ഗുണമാണ്. നമ്മുടെ ഇത് ഇടുന്നോട് കൂടിയിട്ട് ഒരു കേടും വരുന്നില്ല, ഒരു കാറിലും വരുന്നില്ല കേട്ടോ. ധൈര്യമായിട്ട് ചെയ്യാട്ടെ ഇങ്ങനെ തന്നെ. ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്കിനി അടുത്ത വർഷം കാണുള്ളൂ കേട്ടോ. ഈ വർഷം നമുക്ക് ഇനി ഒരു വീഡിയോയുടെ പണി ഉണ്ടാവില്ല. അതേപോലെ ഇനി ഇതിലിട്ട് വയ്ക്കട്ടെ. നമ്മളേ ഇത് അവിടുത്തെ പറമ്പിലേക്ക് തന്നെ വീണ്ടും പോവാണ്. അതായത് അവിടെ തത്തകൾ വരുന്നുണ്ട് മുളക് തിന്നാനായിട്ട്. അപ്പോൾ അരങ്ങെണ്ണ വെച്ചിട്ട് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അരങ്ങ് കൊണ്ട് പോകണം. പിന്നെ പോണേൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചവറും ഒക്കെ അവിടെ ഇടാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. 3 ചാക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. വയ്ക്കാൻ പറ്റുന്ന ഫോണിൽ അടക്കി കൊണ്ടുപോകാറുണ്ട്. അർബാനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിലേ തള്ളാൻ ബുദ്ധിമുട്ടാ. പട്ടാള അമ്മയുടെ പട്ടാള അമ്മപ്പ വേണ്ടിട്ടാ, നല്ല കുട്ടികളായിട്ട് ഇരുന്നോളൂട്ടാ, ഇങ്ങനെ ഇരുന്നോളൂട്ടാ. ഞങ്ങൾ പോവാം നമുക്ക്. അങ്ങനെ കൃത്യം നമ്മളിവിടെ എത്തി. ചെറുതായിട്ടൊന്ന് ബാലൻസ് ഒക്കെ തെറ്റിയിട്ടോ. അപ്പം ഇനി ആദ്യം നമുക്കേ ചവറിടാം. അയ്യോ നോക്കിയേ, നമ്മൾ തത്തിക്ക് നെറ്റൊക്കെ ഗിൽറ്റ് പേപ്പറൊക്കെ ഇടാൻ വെച്ചിട്ടല്ലേ വന്നേ. അപ്പോഴേക്ക് നോക്ക്, നമ്മളിപ്പോൾ തന്നെയല്ലേ പൊട്ടിച്ചു കൊണ്ട് പോയുള്ളൂ. നോക്കിയേ കണ്ടാ. അയ്യോ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടാ. കാരണം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തിന്നണോണ്ടല്ലോ കുഴപ്പം. ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ അവിടെ ഒരു മുളകും കട ഇതേപോലെ തത്തകൾ തിന്നിട്ട് ആ കട വരുവാണെങ്കിൽ ഇപ്പോൾ നോക്കിയത് ഇപ്പുറത്തുണ്ട് അത് എന്തൊരു നീളമുള്ള മുളകാന്നറിയോ. കണ്ട ഒരു വെറും നിസ്സാര സമയം മതി അവർക്ക് ഇതൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ടാ. നോക്ക് ഇത് പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ മുളകിനെ, കടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇതേപോലെ തിന്നുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല മുളക് വെറുതെ ഇങ്ങനെ കടിച്ചിടവരേ. ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നോക്കട്ടെ. അതിവിടെ ഉണ്ട്.
എനിക്ക് അവർക്ക് മുളക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ആവശ്യമില്ല ഓരോന്നൊക്കെ തിന്നിട്ട് പോയാൽ മതി. ഇതേപോലെ കടിച്ച് തുച്ചിടണ്ട. പിന്നെ അവരും കുറ്റം പറയാൻ പറ്റില്ല പോലെ അവർക്കും ഇഷ്ടമുള്ളതല്ല അവർ കഴിക്കുള്ളൂ. സാരില്ല എന്താ ചെയ്യാ. വന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മുളക് കഴിഞ്ഞിട്ട് നോക്കട്ടെ. അതല്ല നമ്മളിപ്പോൾ തന്നെ പൊട്ടിച്ചു കൊണ്ടുപോയുള്ളൂ ആലോചിക്കില്ല. ആകെപ്പാടെ കുറച്ച് സമയം അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറമ്പിൽ ചെയ്യാണ്ടായിരുന്നു. പിന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ചു, അത്ര ടൈം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പിന്നാലെ പിന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ടാണ് ഇതേപോലെ ആക്കി നോക്കണേ. നീ ഇവിടെ നോക്കിയേ. നോക്ക്, അത് ഇവിടെ ഫുള്ള്, ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് നീ ഇങ്ങനെ അവളുടെ ഒക്കെ ആയിട്ട് അവർ തിന്നുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവർക്ക് ഇവിടെ നോക്കിയാൽ വാഴപ്പഴം വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയാൽ ഇവർ ചെയ്യണേ. ഇനിയിപ്പോൾ സാരില്ല, എന്തായാലും പോയിട്ട് ഞാൻ ആദ്യം ചവറൊക്കെ ഒന്ന് ഇടട്ടെ. ചവറിട്ടിട്ട് എന്തായാലും ഗിൽറ്റ് പേപ്പർ കെട്ടാം. രണ്ടും തിരിച്ച് ചെയ്യാതെ ഇതേപോലെ ആയി കഴിഞ്ഞവർ നമ്മൾ പറയും അവർക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്നുണ്ട്, അവർ തിന്നോട്ടെ എന്നൊക്കെ പറയും. എങ്കിലും കൂടിയിട്ട് ഇങ്ങനെ കുറേ നാശമായിട്ട് പോകുമ്പോഴേ ആണ് ഒരു നല്ല വിഷമമുള്ള കാര്യം തന്നെ. കാരണം നമ്മളിത് തൊട്ട് ഓരോ ദിവസം ഇങ്ങനെ വളർത്തി കൊണ്ട് വരേണ്ട ആ ഒരു ഇതില്ലേ, വെറും സെക്കൻഡുകൾ കൊണ്ട് പോവാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഇവരിങ്ങനെ തിന്ന് പോകുമ്പോഴേ കട ഇങ്ങനെ കിടന്ന് ഇളകിയിട്ടാണ് തോന്നുന്നുണ്ട്. ചിലപ്പോൾ മുളകിൻ്റെ കട വരെ ഉണങ്ങി പോവുക. അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് വാടി നിൽക്കും. ഇപ്പം ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എന്തെങ്കിലും വാടണമെന്ന് വെച്ചപ്പോഴാണ് മനസ്സിലായേ. കണ്ടപ്പോൾ ഈ ഒരു കടയ്ക്ക് നോക്കി ഇതേ ചെറുതായിട്ട് വാട്ടതേ വന്നിട്ടുണ്ട്. കണ്ട ഈ വാട്ടം വന്നിട്ടുണ്ട്. അത് ഇവർ ഇതുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്തിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പം അങ്ങനെ എത്ര മുളകല്ലേ, അതും തോറും നീളമുള്ള മുളക്. പോട്ടെ, ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. ആലോചിക്കാതിരിക്കാൻ നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് വേഗം ചവർക്കിടാം വേഗം. ഇത് നമ്മുടെ കുറ്റിയമ്പലയായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുറ്റിയമ്പലയുടെ കടക്കിലിടണം. അതേപോലെ തന്നെ ഇത് നമ്മുടെ പേര് മറക്കണേ, നമ്മുടെ കൊത്തമരയുടെ കടക്കിൽ, ബീൻസിൻ്റെ കടക്കിൽ, പിന്നെ വഴുതനങ്ങയുടെ കടക്കിൽ, അതേപോലെ തന്നെ നമ്മുടെ വെണ്ടയുടെ കടക്കിലൊക്കെ ഇടണം. പക്ഷേ ചവറെല്ലാം തികയില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. അതിപ്പോൾ നമ്മൾ ഓരോ വട്ടം വരുമ്പോൾ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ട് ആക്കണം. നമ്മുടെ ഈ പറമ്പിൽ അത്യാവശ്യം മാവൊക്കെ ഉള്ള കാരണം ചവറുണ്ട്. പക്ഷെ ആ ചവറ് ഇവിടെ നമ്മൾ ഇടയ്ക്ക് അടിച്ചു കൂട്ടി ഇവിടെ തന്നെ ഇവരെ കടക്കിലേക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ അവിടെയാണ് നമ്മൾ കൂടുതൽ ചവറ്. അതിങ്ങനെ അടിച്ചു വരുമ്പോൾ ചാക്കിൽ വാരി വയ്ക്കും. 3-4 ദിവസം കൂടുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് നമ്മളെ ബക്കറ്റിൽ ചാണാക്കി വയ്ക്കും. എന്നിട്ട് നനയ്ക്കുന്ന സമയത്ത് ആ ബക്കറ്റിലേക്ക് വെള്ളം വിടും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ചാണകവെള്ളം അടക്കം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൽ കേട്ടോ. ചെറിയ തയ്യ കൊത്തമ്പരയുടെ ഒന്ന് വലുതായി കിട്ടാൻ ഒന്ന് കൂമ്പെടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പീഡിൽ അങ്ങോട്ട് വരും. അതൊക്കെ ചവറിടുമ്പോഴേ സൂക്ഷിച്ചിടണം. ഞാൻ അടുത്ത ചാക്ക് എടുത്തിട്ട് വരട്ടെ.
അപ്പോൾ നമ്മുടെ ഒരു 1.5 ചാക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ഫിറ്റാക്കി ഇടാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ വഴുതനങ്ങ. ഇതൊക്കെ നമ്മുടെ പുതിയ വഴുതനങ്ങ തൈകളായിട്ട് ആദ്യമേക്ക് എനിക്ക് പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ചവറിടും. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വേറെ കാര്യം ചെയ്യാൻ നിൽക്കില്ല. നാളെ അടുത്ത ദിവസം അടുത്ത ദിവസം നമുക്ക് വീഡിയോ ഉണ്ടാവില്ല. പക്ഷേ നാളെ ഞാൻ വന്നിട്ട് ഇവരുടെ ചവറിട്ടതിൻ്റെ മുകളിൽ നമ്മൾ ചാണപ്പൊടി കുറച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, വേഗം വളർച്ച ഉണ്ടാവേ. ഞാൻ അടുത്തൊരു ചാക്ക് കൂടി എടുക്കട്ടെ. അപ്പം നമ്മൾ ചവറ് കൊണ്ടുവരുമ്പോഴേ എനിക്കറിയാം, ഞാൻ വിചാരിച്ചില്ല അതിന് തികയില്ല എന്നുള്ളത്. അപ്പം ഞാൻ അടുത്ത ദിവസം ഇതേപോലെ അടിച്ചു വരെ ചവറൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ മുളകിൻ്റെ കാട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറി തൈകൾ വയ്ക്കാലും അതിൻ്റെ കടക്കിൽ ഇങ്ങനെ ചവറിടുക, പിന്നെ ചാണപ്പൊടി ഇടുക, പിന്നെ അതേപോലെ തന്നെ മുളകിനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നനയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കാട്ടിട്ട് കൊടുക്കുക. അതൊക്കെ നല്ല വളർച്ചയാണ്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ, ചീര അതിനൊക്കെ ചാണം നമ്മുടെ ഈ ചവറ് മാത്രം ഉണ്ടായാലും മതിയിട്ട് നല്ല വളർച്ച കിട്ടും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ വളർച്ചയ്ക്കനുസരിച്ച് കടക്കിലേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കണം. പിന്നെ എന്നിട്ടാണെങ്കിലേ നമ്മുടെ തത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗിൽറ്റ് പേപ്പർ പോയി കെട്ടട്ടെ. ചാക്കൊക്കെ മടക്കി നേരെ അർബാനയിൽ കൊണ്ടുപോയിട്ടെ. പിന്നെ അത് മാത്രമല്ല, പോകുമ്പോൾ തെങ്ങരിട്ട് നാളികേരം എടുക്കുന്നുണ്ട്, അതും പറക്കിയിട്ടിട്ട് പോകണം അർബാനയിൽ. ഇങ്ങോട്ട് വരുമ്പോൾ അർബാന കൊണ്ടുവരുമ്പോൾ തിരിച്ച് പോകുമ്പോഴേ വേറെ ഒന്നും പച്ചക്കറികളൊന്നും കൊണ്ടുപോകാൻ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നേരെ നാളികേരമായിട്ട് പോവില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഗിൽറ്റ് പേപ്പർ കെട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു കുറവുണ്ടെന്ന് തന്നെ ഉള്ളൂ. കുറച്ച് കുറവ്. തത്തകൾക്ക് എരിവൊന്നും ഉണ്ടാവില്ല പോലെ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പച്ചമുളകിനോട് എത്ര ഇഷ്ടം അവർക്ക്. ഇനിയിപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ നാളികേരം ഉണ്ട്, അത് പറക്കിയിടണം. നാളികേരം അവിടെ അറ്റത്താ. ഓരോ തെങ്ങിൻ്റെ കടയും കൂട്ടിയിട്ട് നോക്കി ഫ്രണ്ടിലുണ്ട്. പൂ വഴിക്കാത്ത കൂടി എടുത്തു പോവാം.
അപ്പം ഇതൊക്കെ ഉള്ളല്ലോ നമ്മുടെ ചാക്കും കൂടി എടുത്തിട്ട് പോവാം നമുക്ക്. അപ്പം ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടാ. കിണുക്ക് കൂട്ടി ഓ വരുന്നേ, പട്ടാളത്തിൻ്റെ അടുത്തേക്ക് വരുന്നേ. ഇപ്പൊ വരാട്ടാ, ഇപ്പൊ വരാം. എത്തിടാ, അമ്മയുടെ പട്ടാളത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമുക്ക് അപ്പുറത്തേക്ക് വരാം, വാ. അതിലെ വാ, അമ്മയുടെ കുട്ടികളെ അതിലെ വാ. വാ നമുക്ക് അവിടെ ഇരിക്കാം കേട്ടോ. അപ്പുറം വാ, അതിലെ വാ. അമ്മേനെ കണ്ടു, അമ്മോട് സംസാരിക്കും, എന്നിട്ട് വരാം. അമ്മോട് ആദ്യം ഉണ്ട്. ആ അമ്മയുടെ ഉമ്മക്ക് മേടിച്ചോളൂ കേട്ടോ, എല്ലാവരും ഉമ്മ മേടിക്ക്. ആ ശരി. പേലിക്കുട്ട പട്ടാളത്തിന് ഉമ്മ കൊടുത്ത് കഴിഞ്ഞോ? ഉമ്മ കൊടുത്തു കഴിഞ്ഞോ? ഇപ്പോഴും നമ്മുടെ കുട്ടി പട്ടാളങ്ങളില്ലേ, അവർക്ക് അവരെ അമ്മേനെയാട്ടത്. കണ്ടോ, എല്ലാവരും വന്ന് നെമ്പത്തും. എൻ്റെ കൂടെ അങ്ങോട്ട് വരാതെ കിടക്കാൻ വന്നത്. അപ്പളേക്ക് അമ്മേനെ കണ്ടപ്പോൾ വേഗം എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു. കണ്ടോ, അമ്മ തിരിഞ്ഞ് മുട്ടി കൊടുക്കണോക്കിയേ. നമുക്ക് പാവം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പേലിക്കുട്ടീനെ എനിക്ക് ഇടും. പേലിക്കുട്ടി ജീവനും കൊണ്ട് അവിടെ അങ്ങോട്ട് തിരിച്ച്. കാരണം ഇവരെല്ലാവരും കൂടി അമ്മേനോട് പോതിയുമ്പോൾ അമ്മ കണ്ട കുഞ്ഞി ഇത് ഇത്തിരിയോളുള്ളൂ അവരുടെ അടുത്ത്. ആ അത്രേ ഉള്ളൂ, പേലിക്കുട്ടിക്ക് മതിയായി. അവള് പോയി. ആ ശരി, ഇനി എൻ്റെ മക്കള് വാ. അമ്മ പോയി, വാ. അമ്മയുടെ കുട്ടികൾ വാ, അതിലെ വാ. അപ്പുറം വാ, വാടാ. അപ്പുറം വാ, അപ്പുറം വാ, അപ്പുറം വാ. അവിടെ ചെയ്യാ. ആ തുറക്ക, വരാ വരാ വരാ. അവിടെ വാ. അങ്ങനെ നമ്മുടെ കുട്ടികൾ കൂടെ എത്തി. അങ്ങനെ നമുക്ക് ബൈ പറഞ്ഞാലോ? ഇനി കുറച്ച് നേരം കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കും കേട്ടാ, കുറച്ച് നേരം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കല്യാണി കൂട്ടി നോക്ക്, നമ്മുടെ അവൻ്റെ കാല് പിടിച്ച് വലിച്ചിടാൻ പോളക്ക്. റൊണാൾഡോയുടെ രക്ഷിക്കൂ. റൊണാൾഡോ അല്ല, ഇന്ന് റൊണാൾഡോയാണ് നോട്ടിട്ട് പോണേ. കല്യാണിക്കുട്ടി ഇങ്ങനെ ഭയങ്കര രസമാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെ കളികൾ കണ്ടിരിക്കാൻ. അത് കാരണം എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കണം വന്നിട്ട്.